ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എൻ്റെ റോസിൻ്റെ വീഡിയോ തന്നെയാണ് ഇന്നും. എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് റോസിൻ്റെ കാര്യങ്ങൾ പറയാനും റോസിൻ്റെ വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വിളിച്ചു എന്നാൽ ഇന്നും റോസിൻ്റെ വീഡിയോ തന്നെ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാന്റ്സിനെ പറ്റി, നമ്മൾ പ്ലാന്റ്സിൻ്റെ ഒരു ചാനലാണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ കെയർ, ടിപ്പ്, ഗാർഡനിങ്, അങ്ങനെ നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ചാനലാണ്. അപ്പോൾ പ്ലാന്റ്സിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ജമന്തിപ്പൂക്കൾ എന്നാണ് ചാനലിൻ്റെ പേര്. ജമന്തിപ്പൂക്കൾ റോസ് നടിച്ചു കഴിഞ്ഞാൽ നിറയെ വീഡിയോസ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കയറി നോക്കിക്കോളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഞങ്ങൾ റോസ് കമ്പ് പിടിപ്പിക്കുമൊന്നും പെട്ടെന്ന് മുളയൊന്നും വരുന്നില്ല, തളിർപ്പ് വരുന്നില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ? പല 4 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒന്നിനൊക്കെയാണ് തളിർപ്പ് വരുന്നുള്ളൂ. അപ്പോൾ അതിന് എന്തെങ്കിലും മെത്തേഡിൽ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കമൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ റോസിനൊക്കെ പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ പുതിയ മുളയൊക്കെ വരാൻ പറ്റും, എളുപ്പമാണ് അത്. അപ്പോൾ അതിനുള്ള കുറച്ച് മെത്തേഡ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് പുതിയതായിട്ട് നട്ട് അതിന് തളിർപ്പ് വരണമെങ്കിൽ ആദ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റോസിൻ്റെ കമ്പ്, റോസോ ഇനി നിങ്ങൾക്ക് എന്തോ ആവട്ടെ, ബോഗൺവില്ലയോ, എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ നല്ല പച്ച കളറുള്ള ഒരു കമ്പ് നോക്കി ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പ് എടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ലീവ്സൊക്കെ നമുക്ക് വെക്കണം എന്നില്ല. പിന്നെ ചില ആൾക്കാർ 1 ലീഫ് 2 ലീഫൊക്കെ അങ്ങനെ വെച്ചിട്ട് പുതിയ തൈ പിടിപ്പിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുകൾ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലീവ്സ് എല്ലാം പോക്കിയിട്ട് ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ കട്ടിങ് ഹോർമോൺസ് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക. അത് സെറാഡ്, റൂട്ടോണ, പ്ലാന്റ് റൂട്ട്, അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഹോർമോണുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നഴ്സറിയിലും അല്ലെങ്കിൽ വളത്തിന് ഷോപ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ കട്ടിങ് ഹോർമോൺസ്. അത് നമുക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പൊടിയായിട്ടും കിട്ടുന്നുണ്ട്, ലിക്വിഡായിട്ടും കിട്ടുന്നുണ്ട് റൂട്ടിങ് ഹോർമോൺസ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു പീസ് ഒരു 4-5 ഇഞ്ചുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഒരു പ്ലാന്റിൻ്റെ നല്ലൊരു പീസ്, റോസിൻ്റെയൊക്കെ നല്ലൊരു പീസ് കട്ട് ചെയ്തിട്ട് ഈ ഹോർമോണിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ് നടേണ്ടത്. അതല്ലെങ്കിൽ നമ്മൾ ഈ ഹോർമോൺസ് ലിക്വിഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ നല്ലൊരു, ഞാൻ പറഞ്ഞില്ല, 4-5 ഇഞ്ചുള്ള ഒരു പീസ് റോസ് കമ്പ് എടുത്തിട്ട് ഈ ലിക്വിഡ് ഹോർമോണിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മൾ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മണ്ണ് എടുക്കണം കേട്ടോ. നമ്മൾ പ്ലാന്റ്സ് നടുമ്പോൾ നല്ലൊരു പോട്ടി മിക്സ്, അതിന് നനവ് വേണം, ചെറിയൊരു നനവ് നിൽക്കുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ എപ്പോഴും പ്ലാന്റ്സ് നടുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ റൂട്ടിങ് ഹോർമോണ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് ഞാൻ ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3-4 മെത്തേഡ് കാണിച്ചു തരാം. അതിൽ ഇത് റൂട്ടിങ് ഹോർമോണിൽ ഞാനൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലിക്വിഡ് അല്ല, ഇത് പൗഡർ ടൈപ്പ് റൂട്ടിങ് ഹോർമോണാണ്. ഇനി നമുക്ക് ഇത് നല്ല കുറച്ച് നനവുള്ള മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മണലും പിന്നെ കുറച്ച് ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വേര് വേഗത്തിൽ വരാൻ, ഒരു നനവിന് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചകിരിച്ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടിയിൽ ഒരുപാട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് അത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ അങ്ങനെ നട്ടു അത്. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു റൂട്ടിങ് ഹോർമോണാണ് തേന്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു സാധനമാണ്. വലിയ പൈസയൊന്നും ഇല്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് തേന്, അല്ലേ? തേനില്ലാത്ത വീടൊന്നും ഇപ്പം അധികം അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ തേന് നല്ലൊരു റൂട്ടിങ് ഹോർമോണാണ്. മാത്രമല്ല ഇതൊരു പ്രകൃതിദത്തമായ ഒരു ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പം പ്ലാന്റ്സിന് ഒരു ആൻറ്റി ബാക്ടീരിയൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസിൻ്റെ എഫക്റ്റ് ഒന്നുമില്ലാതെ നമ്മുടെ പ്ലാന്റിന് പെട്ടെന്ന്
പെട്ടെന്ന് വേര് വരും. അപ്പം തേന് വെച്ചിട്ട് ചെയ്യുന്നതാണ് അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാം ഒരേ ഇതിലാണ് കേട്ടോ ഞാൻ വെക്കുന്ന, ഒരേ പോട്ടിൽ എല്ലാം ചെയ്യുന്നത് കാണിക്കുന്ന, ഒരുമിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചിരുന്നത് അലോവേരയാണ്. അലോവേര ഒരു പീസ്. പിന്നെ അലോവേര എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പ്ലാന്റ് ഇങ്ങനെ പുതിയ വേര് വരാനല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം മുറിച്ചെടുക്കുക കേട്ടോ അലോവേര. അല്ലാതെ കുറേ നേരത്തെ എടുത്ത് വെച്ച അലോവേരയിൽ കുത്തുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വേര് വരുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പോൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ വെക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അലോവേരയുടെ ജെല്ലിൽ അമിനോ ആസിഡും വിറ്റാമിനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെടീൻ്റെ വളർച്ചയ്ക്കും പിന്നെ ഒരു ആൻറ്റി ഫംഗണലായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അലോവേര. അതുകൊണ്ട് ഫംഗസ് ഒന്നും വരാതെ നമ്മളെ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വേര് വരാൻ വേണ്ടി നല്ല ഹെൽപ്പാണ് കേട്ടോ അലോവേര. ഓൾറെഡി അലോവേര റോസ് പുതിയ ഇലകൾ ഉണ്ടാകുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തന്നിട്ടുണ്ട് പുതിയ ഇലകൾ വന്നതൊക്കെ. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം അലോവേര നല്ലൊരു അടിപൊളി ഒരു പുതിയ തൈ ഉണ്ടാക്കാനുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ മണ്ണിലല്ലാതെ നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ടും പുതിയൊരു തൈ ഉണ്ടാക്കാം കേട്ടോ. അത് ഒരു 2 ആഴ്ച വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പുതിയ വേരുകളൊക്കെ വരും കേട്ടോ. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഉരുളക്കിഴങ്ങ് നല്ലൊരു റൂട്ടിംഗ് ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന ഒരിതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ചും നമുക്ക് എളുപ്പത്തിൽ തന്നെ പുതിയൊരു തൈ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറയാൻ ഒരു കാര്യം മറന്ന്, നമ്മൾ ഈ പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു 40-45 ആംഗിൾ ചരിച്ച് വെട്ടിയിട്ട് വേണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വേരുകൾ വരിക. അപ്പോൾ എപ്പോഴും പ്ലാന്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങിൽ. ആ സ്റ്റാർച്ച് എന്ന് വെച്ചാൽ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു നനവുണ്ടാവും. അപ്പോൾ അത് ചെടികളെ വളർച്ചയ്ക്കും പുതിയ വേര് വരാനും നല്ലതാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്കൊരു ഉത്തേജനം കൊടുക്കും ഇത്. അതുകൊണ്ടാണ് പെട്ടെന്ന് വേരുകൾ വരുന്നത് കേട്ടോ. ഈ ഒരു നനവുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേരുകൾ വരും. പിന്നെ ഉരുളക്കിഴങ്ങിൽ സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് അതൊരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ട് പ്രവർത്തിക്കും കേട്ടോ. പിന്നെ കൂടാതെ ഇത് ഫംഗസ് ആക്രമണത്തിനെയും തടയാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ഉരുളക്കിഴങ്ങിനുണ്ട് കേട്ടോ. അപ്പം ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും നമുക്ക് നല്ല രീതിയിൽ പുതിയ വേര് വന്നിട്ട് നല്ലൊരു പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ എല്ലാ ഒരു പോട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഇനി തളിർപ്പ് വന്നിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. അപ്പം നമ്മളെല്ലാ കമ്പും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തുറന്ന് വെക്കരുത് കേട്ടോ. ഇത് നമ്മളൊന്ന് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഇതിങ്ങനെ അടച്ച് വെക്കുക. പിന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് നിങ്ങളൊന്ന് തളിച്ചു കൊടുക്കുക. വെള്ളം തളിച്ചു കൊടുത്തിട്ട് നനവുണ്ടെന്ന് ഉറപ്പാക്കിയാൽ കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പുതിയ ഒരു തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പുതിയ ചെടികൾ. അതിൻ്റെ ഓൾറെഡി നമ്മൾ അങ്ങനത്തെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളടുത്ത്. അപ്പം പിന്നെ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് ഇത് ചെയ്ത് വെച്ചത് കൊണ്ടുവയ്ക്കാതിരിക്കുക. ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ വേഗത്തിൽ തളിർപ്പൊക്കെ വരിക. പിന്നെ ഇനി വേറെ ഒരു എളുപ്പത്തിൽ വേരുകൾ പിടിപ്പിച്ചെടുക്കാനുള്ള മാർഗ്ഗമാണ് വെള്ളം. നിങ്ങൾ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ വെക്കുക. അപ്പോൾ ഒരു 15ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് വേരുകൾ വരും. പിന്നെ നമുക്ക് ഈ മണ്ണിൽ വേര് വന്നു കഴിഞ്ഞാലും നമുക്ക് എത്ര വേര് വന്നു എന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ വെള്ളത്തിലാവുമ്പോൾ നമുക്കിങ്ങനെ കാണാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുപ്പിയോ ഗ്ലാസ്സോ ഒക്കെ ആണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് വേര് വന്ന് എത്ര വളർച്ചയുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം പ്രകൃതിദത്തമായിട്ടുള്ള കുറച്ച് റെമഡീസാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലാന്റ്സിൻ്റെയും ഗാർഡനിങ്ങിൻ്റെയും ഒക്കെ ഒരുപാട് വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലിലുണ്ട്. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കയറി നോക്കുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഇനി എന്താണ് പറയേണ്ടത്, നിങ്ങൾക്ക് എന്തിൻ്റെ വീഡിയോ ആണ് വേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാവട്ടെ. ഇന്നും ഇനി വരാനുള്ളതും ഈ 2025 നല്ലൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന നല്ലൊരു വർഷമാവട്ടെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.